എമ്പുരാൻ എന്ന സിനിമയിൽ ഗോഡ് ആക്സസ്, ലൂസിഫർ നെക്സസ് എന്ന ഈ സംഘടനാ പേരുകളിൽ പോലുമുണ്ട് ചില കാര്യങ്ങൾ പറയാനായിട്ട്. ഞാൻ കണ്ട രീതിക്ക് ഇന്ന് എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുകയാണ്. സിനിമ കാണാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോയി സിനിമ കണ്ടിട്ട് വന്ന് കാണുക. അപ്പോൾ അധികം താമസിയാതെ നമുക്ക് എമ്പുരാൻ്റെ ലോകത്തെക്കുറിച്ചൊന്ന് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ഈ സിനിമയുടെ തുടക്കത്തിൽ ലോകത്തിനെ തന്നെ നിയന്ത്രിക്കാൻ കെൽപ്പുള്ള രണ്ട് വലിയ ശക്തികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഈ ശക്തികൾ കിട്ടേക്കുന്ന കോഡ് നെയിം എന്ന് പറയുന്നത് ഗോഡ് ആക്സസ്, ലൂസിഫർ നെക്സസ് എന്നാണ്. നമുക്കറിയാം, ഗോഡ് ആക്സസിന് ഷെൻട്രയാഡിനെയാണ് ഒരു ഗോഡ് ആക്സസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഖുറേഷി എബ്രാൻ നെക്സസിനെയാണ് ലൂസിഫർ നെക്സസ് എന്നും വിളിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഒരു സാഹചര്യത്തിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ സയ്യിദ് മസൂദിൻ്റെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. ഒരാൾ, ഈ സിനിമയിലെ വില്ലൻ, അയാൾ എങ്ങനെ സയ്യിദ് മസൂദിൻ്റെ ജീവിതത്തിനെ എഫക്റ്റ് ചെയ്യുന്നു, സയ്യിദ് മസൂദിൻ്റെ കുടുംബത്തിനെ എങ്ങനെ വധിച്ചു, അയാൾ പിന്നെ എങ്ങനെ ഈ ഒരു കേരള രാഷ്ട്രീയത്തിലേക്ക് വന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊരു ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ട് ആളുകൾ കാണുന്നു എന്നുള്ള വില്ലൻ്റെ ബാക്ക് സ്റ്റോറിയും അതുപോലെ സയ്യിദ് മസൂദിൻ്റെ ബാക്ക് സ്റ്റോറിയുമാണ് ആദ്യം കാണിക്കുന്നത്. പക്ഷേ ഇത് കണ്ട പല ആളുകളും പറയുന്നു ഇത് സയ്യിദ് മസൂദിനെ കുറിച്ചുള്ള സിനിമയായിപ്പോയെന്ന്. എന്നാൽ ഇത് ശരിക്കും സയ്യിദ് മസൂദിനെ കുറിച്ചുള്ള സിനിമയാണോ? എന്നാൽ എങ്ങനെയാണോ സൂര്യൻ്റെ വെളിച്ചം നമ്മുടെ ഭൂമിയിൽ വന്ന് പതിക്കുന്ന സ്ഥലം പകലും പതിക്കാത്ത സ്ഥലം രാവുമായി മാറുന്നു, അതുപോലെ തന്നെ സയ്യിദ് മസൂദിൻ്റെ കഥയിലൂടെ ഖുറേഷി എബ്രാം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഈ ഒരു സിനിമ ചെയ്യുന്നത്. എങ്ങനെയെന്നല്ലേ അങ്ങോട്ട് പോകുമ്പോൾ പറയാം. ഇപ്പോൾ സിനിമയുടെ ആദ്യ ചില സീനുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. ലൂസിഫറിൽ, അതായത് എമ്പുരാൻ്റെ ആദ്യ ഭാഗത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? സ്റ്റീഫൻ നെടുമ്പള്ളി തൻ്റെ അച്ഛന് തുല്യമായി കാണുന്ന, ദൈവത്തിന് തുല്യമായി കാണുന്ന PK രാംദാസിൻ്റെ രാജ്യവും പാർട്ടിയുമല്ല, PK രാംദാസിൻ്റെ മകനായ ദൈവപുത്രൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനായ ജതിൻ രാംദാസിൻ്റെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ട പല ആളുകളും ഉന്നയിച്ച ഒരു ചോദ്യമാണ്, ജതിൻ രാംദാസിനെ അവിടെ സേഫായിട്ടിരുന്നിട്ട് ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ വന്നപ്പോൾ ഇയാൾ എങ്ങനെ തിരിഞ്ഞു? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിനിമയുടെ ആദ്യ ഭാഗമായിട്ടുള്ള ലൂസിഫറിൽ തന്നെ പറയുന്നുണ്ട് ജതിൻ രാംദാസിന് PK രാംദാസുമായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല. PK രാംദാസിൻ്റെ രാഷ്ട്രീയ ജീവിതം ജതിൻ രാംദാസിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നുവെന്നും അതുകൊണ്ട് തന്നെ PKRനോട് താല്പര്യക്കുറവ് ജതിൻ രാംദാസിനുള്ളതായിട്ടും പലയിടങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ഈ ഒരു സെക്കൻഡ് പാർട്ട്, അതായത് എമ്പുരാനിലേക്ക് വന്നപ്പോഴത്തേക്കും സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അഭാവത്തിൽ ജതിൻ രാംദാസ് തികച്ചും ഒരു ബിസിനസ്മാനെ പോലെ തൻ്റെ രാഷ്ട്രീയ ജീവിതവും തൻ്റെ ശക്തിയും ഉപയോഗിച്ചു തുടങ്ങി. ഇതിനെ സൂചിപ്പിക്കുന്നത് ഒന്ന് തന്നെയാണ് സിനിമയുടെ ആദ്യം എഴുതി കാണിക്കുന്ന ഒരു കോട്ട്. ഞാൻ ആ പറയുന്ന കോട്ട് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. പവർ കറപ്റ്റ്സ്, പവർ ടെൻഡ് ടു കറപ്റ്റ്, ബട്ട് ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി. അപ്പോൾ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ശക്തി ഒരു വ്യക്തിയെ കറപ്റ്റ് ചെയ്യുന്നു, എന്നാൽ നിസ്സീമമായിട്ടുള്ള യാതൊരുവിധ നിയന്ത്രണവുമില്ലാത്ത ശക്തി ഉറപ്പായിട്ടും അവനെ കറപ്റ്റ് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നമ്മൾ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ജതിൻ രാംദാസിൻ്റെ സ്വഭാവമാറ്റത്തിന് വളരെ ഈസിയായിട്ട് സൂചിപ്പിക്കുന്ന ഒരു കോട്ടായിട്ട് നമുക്ക് കാണാം, അല്ലേ? ഇങ്ങനെയാണ് ആദ്യകാലങ്ങളിൽ ജതിൻ രാംദാസിന് തൻ്റെ അച്ഛൻ്റെ ഐഡിയോളജിയും PK രാംദാസുമായിട്ട് ഒരു അടുപ്പവും ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാൾ മാറി സഞ്ചരിക്കാൻ സാധ്യതയുള്ള ആളായിരുന്നിട്ട് കൂടി അയാൾ ആദ്യകാലങ്ങളിൽ അഴിമതിയിലേക്ക് ഇറങ്ങാതിരുന്ന കാര്യം സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന വടവൃക്ഷം അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി അവിടെ നിന്ന് പോയപ്പോൾ ഇയാൾക്കുള്ള സകല നിയന്ത്രണങ്ങളും മാറുകയാണ്. അപ്പോൾ സകല നിയന്ത്രണങ്ങളും മാറിയപ്പോൾ ഇയാൾ അയാളുടെ ശക്തിയെ ദുരുപയോഗം ചെയ്ത് അഴിമതികളെല്ലാം ചെയ്ത് ഇയാൾ സമ്പത്തുണ്ടാക്കാൻ നോക്കുന്നു. ഈ സിനിമയിൽ പ്രിയദർശിനി രാംദാസിന് പണ്ട് തൊട്ടേ PK രാംദാസുമായിട്ട് ഒരു അടുപ്പം ഉണ്ടായിരുന്നു. സിനിമയുടെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ അടുപ്പം ഒരുപാട് കൂടുന്നുണ്ട്, അല്ലേ, ലൂസിഫറിലെ. അപ്പോൾ പ്രിയദർശിനി രാംദാസ് ഇപ്പോഴും തൻ്റെ അച്ഛൻ്റെ ഐഡിയോളജീസിന് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പദവിയിലില്ലെങ്കിൽ പോലും പുള്ളിക്കാരി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജതിൻ രാംദാസും പ്രിയദർശിനി രാംദാസും തമ്മിലുള്ള ആ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ഈ ജതിൻ രാംദാസിന് PK രാംദാസിനോട് യാതൊരുവിധ താല്പര്യവുമില്ല, ഇയാളുടെ സ്വന്തം പോലെയാണ് ചെയ്യുന്നത് എന്ന്. ഇതങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എങ്ങനെയാണോ സയ്യിദ് മസൂദിൻ്റെ ഫാമിലിയെ ഇല്ലാണ്ടാക്കിയ ഈ സിനിമയിലെ വില്ലനായിട്ടുള്ള വ്യക്തി കേരളത്തിലേക്ക് തൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി കൊണ്ടുവരികയും ആ പാർട്ടിയിലേക്ക് ജതിൻ രാംദാസ് മാറി PKRൻ്റെ പേര് വെച്ച് പുതിയൊരു പാർട്ടി ഫോം ചെയ്യുന്നു. ആ സമയത്ത് ആ ഒരു പരിപാടി ജതിൻ രാംദാസ് ചെയ്യാൻ വരുന്നതിന് മുൻപ് അയാളുടെ വസ്ത്രധാരണം മിക്ക ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാകണം. അത്രയും നേരവും PKRനെ പോലെ ദൈവപുത്രനാണെന്ന് കാണിക്കാൻ വേണ്ടി PK രാംദാസ് ധരിച്ചിരുന്ന വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ടിരുന്ന ഈ പറയുന്ന ജതിൻ രാംദാസ് ഇപ്പോൾ ഗ്രേ ഷെയ്ഡിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ജീസസ് ദൈവപുത്രനായി കൊണ്ടുവന്ന ജതിൻ രാംദാസ് ഇപ്പോൾ അന്തിക്രിസ്തുവായിരിക്കുകയാണ്, ദൈവത്തിനെതിരായി നിൽക്കുന്ന ആളായി മാറിയിരിക്കുകയാണെന്ന്. ഇപ്പോൾ നമ്മൾ ലൂസിഫറിൻ്റെ ഇൻ്റർവെൽ സീനിലേക്ക് പോകുമ്പോഴത്തേക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷോട്ടുണ്ട്.
ജതിൻ രാംദാസ് കേരളത്തിലേക്ക് വരുന്നു. വന്നതിന് ശേഷം ജതിൻ രാംദാസിൻ്റെയും ബാക്ക് ഷോട്ട് കാണിക്കുന്നു, സ്റ്റീഫൻ നെടുമ്പള്ളിയുടെയും ബാക്ക് ഷോട്ട് കാണിക്കുന്നു. അതിൽ ജതിൻ രാംദാസ് ഇങ്ങനെ കൈപൊക്കി വീശുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ അത് ജെ ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. എന്നാൽ ആ സമയത്ത് ഇദ്ദേഹം സ്റ്റീഫൻ നെടുമ്പള്ളി വന്നിട്ട് തൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ പൊക്കി ഗ്രില്ലിൽ പിടിച്ചേക്കുകയാണ്. അത് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ എൽ ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. ജെ സ്റ്റാൻഡ്സ് ഫോർ ജീസസ്, എൽ സ്റ്റാൻഡ്സ് ഫോർ ലൂസിഫർ. അത് ആ ഒരു സിനിമയിൽ ലൂസിഫറിൻ്റെ ഇൻ്റർവെല്ലിൽ തന്നെ ഇവരുടെ റോളുകൾ എന്താണെന്ന് കാണിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സിനിമയിൽ ഇവർ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ ലൈറ്റ് ബ്രിങ്ങറായ ലൂസിഫറും അതുപോലെ തന്നെ ദൈവപുത്രനായ ജീസസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ജതിൻ രാംദാസും കൂടെ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നാണ്. എന്നാൽ അതുപോലെ തന്നെയാണ് ലൂസിഫറിൽ കാര്യങ്ങൾ ചെയ്തു വന്നത്. എന്നാൽ എമ്പുരാനിലേക്ക് വരുമ്പോൾ ദൈവപുത്രനാകേണ്ടിയിരുന്ന ജതിൻ രാംദാസ് ഇപ്പോൾ അന്തിക്രിസ്തുവായൊക്കെയാണ് അല്ലേ. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് നമ്മുടെ ഗോവർദ്ധനെ മനസ്സിലാകുന്നത്. ദൈവത്തിൻ്റെ പുത്രൻ തെറ്റുകൾ ചെയ്തു തുടങ്ങി, ഇനി അയാൾ വന്നിട്ടേ ഈ നാടിന് രക്ഷയുള്ളൂ. സ്റ്റീഫനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുന്നു. ഈ സമയത്താണ് ഈ ഒരു ഇൻ്റലിജൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഒരു പെൻഡ്രൈവ്, ഒരു ഫ്ലാഷ് ഡ്രൈവ് കൊടുക്കുന്നതും ഖുറൈശി അബ്രാമിനെ കുറിച്ച് ഇൻഫർമേഷൻസ് കൊടുക്കുന്നതും. ആ റിങ് വെച്ചിട്ട് ഖുറൈശി അബ്രാമും സ്റ്റീഫനും ഒരേ ആളാണെന്നൊരു ചെറിയ സംശയം നമ്മുടെ ഗോവർദ്ധൻ ഉണ്ടാകുന്നതുമല്ല. അതെല്ലാം നല്ല എലവേറ്റിംഗ് ആയിട്ടുള്ളൊരു സീനായിട്ട് തന്നെ തോന്നി. എന്നാൽ ഗോവർദ്ധൻ സ്റ്റീഫൻ നെടുമ്പള്ളിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സ്റ്റീഫൻ ഖുറൈശി അബ്രാമായി തൻ്റെ ദൗത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ സ്റ്റീഫൻ ആരാണ്? ഫാദർ നെടുമ്പള്ളി പറയുന്നുണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ പിറന്ന ഇരുണ്ട പൂവ്, തമോഗോളങ്ങളുടെ എമ്പുരാൻ. ഈ തമോഗോളങ്ങളുടെ എമ്പുരാൻ എന്ന് സൂചിപ്പിക്കുന്നത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തമോഗോളങ്ങളെന്ന് പറയുമ്പോൾ ഡാർക്ക് ലോകങ്ങൾ, തെറ്റുകൾ മാത്രം അരങ്ങേറുന്ന ഡാർക്ക് ലോകങ്ങളിൽ വെളിച്ചം വീശുന്ന, ശരികളെ നടപ്പാക്കുന്ന, അതിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന ഓവർലോഡ്, അയാളാണ് ഖുറൈശി അബ്രാം. ആ ഖുറൈശി അബ്രാം ആ സമയത്ത് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഷെൻ ട്രയാഡിൻ്റെ ആലയായിട്ടുള്ള കബൂക ഒരു മയക്കുമരുന്ന് കിടത്തുകയും അത് ലോകത്തിലെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കിട്ടാത്ത ഇൻഫർമേഷൻ വരെ വെച്ച് നമ്മുടെ ഖുറൈശി അബ്രാം ഇൻ്റർസെപ്റ്റ് ചെയ്ത് അവിടെ ആ ഒരു സംഭവത്തിനെ മുഴുവനും നശിപ്പിച്ച് കളയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അയാൾ എപ്പോഴും അതാ ചെയ്യുന്നത്. എന്താണ്? ഇയാൾ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്സസിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണെങ്കിൽ പോലും, ഇരുണ്ട ലോകത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ പോലും, ഇയാൾ ചെയ്യുന്നത് നിയമം നടപ്പാക്കലാണ്. അതിൽ ഒരു പേപ്പർ ക്ലിപ്പിങ്ങിൽ പറയുന്നുണ്ട് KA വിജിലാൻറ്റിസം എന്ന്. അതായത് KA എന്താ ചെയ്യുന്നത്? നിയമം കയ്യിലെടുക്കുന്നു. അയാൾ നിയമം നടപ്പാക്കുന്നു ലോകത്ത്. അയാളെവിടെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തമോഗോളങ്ങളുടെ എമ്പുരാൻ, ഇരുണ്ട ലോകത്തിൽ നിയന്ത്രണം വരുത്തുന്നു. ഇയാൾ ഗോൾഡ് ഡയമണ്ട് നെക്സസ് ആണെങ്കിൽ പോലും ആയുധക്കടത്തൽ, അതുപോലെ തീവ്രവാദ ആക്രമണങ്ങൾ, അതുപോലെ മയക്കുമരുന്ന്, ഇതിനൊക്കെ എതിരാണ്. അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അയാൾ ചെയ്യുന്നു. അയാളുടെ ശക്തിയും അതുപോലെ തന്നെ അയാളുടെ കൺട്രോളും വെച്ചിട്ട് ഈ വക സംഭവങ്ങളെല്ലാം അയാൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് കബൂകയ്ക്ക് വാണിംഗ് കൊടുക്കുന്നൊരു ഷോട്ടും കൂടെയുണ്ട്. കബൂക കുടിക്കുന്ന ഷാമ്പെയിൻ ഡ്രിങ്കിൻ്റെ അകത്തൊരു ബുള്ളറ്റ് കിടക്കുന്നു. അത് സൂചിപ്പിക്കുന്നത് ഖുറൈശി അബ്രാമിന് അവിടെയും നിയന്ത്രണമുണ്ടെന്നാണ്. ഈ ഒരൊറ്റ സീനിലൂടെ ഖുറൈശി അബ്രാമിൻ്റെ ശക്തി എന്താണെന്ന് നമുക്ക് കൂടുതലും മനസ്സിലാക്കി ചേരുന്നു. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരു രഹസ്യാന്വേഷണ ഏജൻസി ഖുറൈശി അബ്രാമിന് നേരെ തിരിയുകയാണ്. കാരണം എന്താണ്? മറ്റൊരു ഏജൻസിയിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഖുറൈശി അബ്രാം തട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖുറൈശി അബ്രാം ആ ഒരു ഉദ്യോഗസ്ഥനെ തട്ടിയത് കൊണ്ട് തന്നെ അയാൾ ശരിയായിട്ടുള്ള ആളല്ല, അയാൾ ദുഷ്ടനാണ്, അയാൾ തെറ്റുകൾ മാത്രം ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ അയാളെ ഉന്മൂലനം ചെയ്യണം എന്നൊരു തീരുമാനം ഈ രഹസ്യാന്വേഷണ ഏജൻസികൾക്കെല്ലാം വരികയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഖുറൈശി അബ്രാം ആ ഒരു ഏജൻറ്റിനെ വകവരുത്തിയതെന്ന് സിനിമ കണ്ടവർക്ക് ഉറപ്പായിട്ടും മനസ്സിലാകും. അപ്പോൾ അത് ഈ ഒരു ഇൻഫർമേഷൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പോലും ഇല്ല. പക്ഷേ അത് ഖുറൈശി അബ്രാമിന് മനസ്സിലായി. അവിടെയും അയാൾ ശക്തനാണെന്ന് പറയുന്നു. എന്നാൽ ഖുറൈശി അബ്രാമിന് നേരെ ഈ ഏജൻസികളെല്ലാം തിരിഞ്ഞപ്പോഴത്തേക്കും അവിടെയാണ് ഗോഡ് ആക്സസ് എന്ന് വിളിക്കുന്ന ഷെൻ ട്രയാഡിൻ്റെ ഇൻട്രൊഡക്ഷൻ. അവരാണ് ഈ ഒരു ഇൻഫർമേഷൻ കൊടുത്തത്. ഖുറൈശി അബ്രാമിന് നേരെ എതിരായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യാൻ ഏജൻസികളെ സഹായിക്കാൻ എന്ന സഹായവും ഓഫർ ചെയ്തുകൊണ്ടാണ് ഗോഡ് ആക്സസ് എന്ന ഷെൻ ട്രയാഡ് വരുന്നത്. ഇത് ട്രയാഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടെ പറയണം കേട്ടോ. ട്രയാഡ് എന്ന് പറയുമ്പോൾ ചൈനീസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്രിമിനൽ ഓർഗനൈസേഷനാണ്. എന്നാൽ ട്രയാഡ് മാത്രമല്ല, ഈ ലോകത്തിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഒരുപാട് ക്രിമിനൽ ഓർഗനൈസേഷൻ റിയൽ ലൈഫിലുണ്ട്. ജാപ്പനീസ് ബേസ്ഡ് ക്രിമിനൽ ഓർഗനൈസേഷൻ എന്നൊരു പേരുണ്ട്, യക്കൂസ. അതുപോലെ നമ്മുടെ റഷ്യൻ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ക്രിമിനൽ ഓർഗനൈസേഷൻ ഉണ്ട്, അതിൻ്റെ പേര് ബ്രാത്വ എന്നാണ്. വേറെയും പേരുകളുണ്ട്. അതുപോലെ നിയോക്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സിസീലിയൻ ക്രിമിനൽ ഓർഗനൈസേഷനെ വിളിക്കുന്ന പേരാണ് മാഫിയ. ഇതുപോലെയുള്ളൊരു ഓർഗനൈസേഷനാണ് ഈ ഒരു ട്രയാഡ് എന്ന് പറയുന്നത്. എന്നാൽ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഷെൻ ട്രയാഡ് ഈ ലോകത്തിനെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു നെക്സസായി മാറിയൊക്കെയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഷെൻ ട്രയാഡ് ഖുറൈശി അബ്രാമിനെ ഉന്മൂലനം ചെയ്യാനായിട്ട് ഈ ഏജൻസികളെ സഹായിക്കാമെന്നും പറഞ്ഞു വന്നു? അപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട്, ഏജൻസികൾ തന്നെ പറയുന്നുണ്ട്, ഖുറൈശി അബ്രാമിനെ കാട്ടിയും ശക്തനാണ് ഈ ഒരു ഷെൻ ട്രയാഡ് എന്ന് പറയുന്നത്. എന്നാൽ സത്യം പറഞ്ഞാൽ ഈ ഷെൻ ട്രയാഡിൻ്റെ കോഡ് നെയിം ഉണ്ടല്ലോ, ഗോഡ് ആക്സസ്, അതിലോട്ട് തന്നെ നമുക്ക് പോവാം. ടവർ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു മാങ്ക സീരീസ് ഉണ്ട്. ആ മാങ്ക സീരീസ് ഇതുപോലെ ഒരു ഗോഡ് ആക്സസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ ആക്സസ് എന്ന് പറയുന്ന എൻറ്റിറ്റി ഒരു ഗോഡിന് തുല്യമാണ്. അപ്പോൾ ആ എൻറ്റിറ്റിയുടെ ശക്തി എന്ന് പറയുമ്പോഴത്തേക്കും
ഒരു സ്ഥലത്തെ റിയാലിറ്റിയെ തന്നെ മാറ്റിക്കളയാൻ പറ്റും. യാഥാർത്ഥ്യത്തെ മാറ്റിക്കളഞ്ഞ് അവരുടെ രീതിക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അത്രത്തോളം ശക്തിയാണ്. ഏകദേശം അത് തന്നെയാണ് ഷെൻ ട്രയാഡ് ഇവിടെ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിന് ഗോഡ് ആക്സസ് എന്ന പേര് മുരളി ഗോപി സർ ഇട്ടതിൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം അതാണ് ഗോഡ് ആക്സസ് ചെയ്തത്. വെച്ച് നോക്കുമ്പോഴത്തേക്കും ഖുറേഷി അബ്രാമിനെ കടിയും ഏറ്റവും ദുഷ്ടന്മാരാണ് ഈ ഷെൻ ട്രയാഡ്, അല്ലേ? ഇപ്പം ഷെൻ ട്രയാഡ് ഇവിടെ വന്നേക്കുന്നത് രക്ഷകൻ്റെ ഒരു വേഷം കെട്ടിയാണ് വന്നേക്കുന്നത്. ബേസിക്കലി ഇവിടെ ഈ രണ്ട് നെക്സസിന് പേരിട്ടേക്കുന്നതിൻ്റെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ ഗോഡ് ആക്സസ് എന്നും ശരി ചെയ്യുന്നവരെ ലൂസിഫർ നെക്സസ് എന്നും വിളിക്കുന്നു. കാരണം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അന്തിക്രിസ്തുവിൻ്റെ ഫോമിലാണ് ഇവിടെ ഷെൻ ട്രയാഡിനെ കാണിച്ചിരിക്കുന്നത്. ലൂസിഫർ നെക്സസിൻ്റെ പേര് തന്നെ പറയുന്നുണ്ട്, ലൈഫ് ബ്രിങ്ങറുടെ നെക്സസ്. ലൂസിഫർ നെക്സസ് നന്മകൾ ചെയ്യുന്ന ഇരുണ്ട ലോകത്തിൽ വെളിച്ചം വീശുന്ന നെക്സസാണ്. അതുകൊണ്ടാണ് ഈ പേരുകൾ ഇങ്ങനെ തന്നെ ഇട്ടേക്കുന്നത്. അപ്പോൾ പേരുകൾക്കും സിനിമയുടെ കഥയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം, ഗോഡ് ആക്സസ് എന്ന് പേരിടാൻ കാരണം നല്ലവനായി ചമഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ദൈവമെന്ന വ്യാജേന തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരാണ്? ഗോഡ് ആക്സസ്. കാരണം അവർ ചെയ്യുന്നത് ആയുധക്കടത്തും അതുപോലെ മയക്കുമരുന്നുമാണ്. എന്നാൽ ചെകുത്താൻ്റെ പേരിട്ടുകൊണ്ട് ലൂസിഫർ നെക്സസ് ചെയ്യുന്ന എന്താണ്? വെളിച്ചം വീശുന്നു. ആ പേരിൻ്റെ അർത്ഥം തന്നെ ലൈറ്റ് ബ്രിങ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ ഖുറേഷി അബ്രാമിനെ ഉന്മൂലനം ചെയ്യാനായിട്ട് ഷെൻ ട്രയാഡുമായിട്ട് പ്ലാൻ ചെയ്യുന്നു. എന്നാൽ ഈ സ്ഥലത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ MI6 എന്ന് പറയുന്ന ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ കഥാപാത്രമായിട്ടുള്ള ബോറിസ് എന്ന് പറയുന്ന വ്യക്തി ഖുറേഷി അബ്രാമുമായിട്ട് കണക്റ്റഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെയാണ് ഗോവർദ്ധൻ ലൂസിഫറിനെ, അതായത് സ്റ്റീഫൻ നെടുമ്പള്ളിയെ കേരളത്തിലേക്ക് കൊണ്ടുവരണം. ഖുറേഷി അബ്രാം സ്റ്റീഫന് തന്നെ മനസ്സിലാവണം, ഇനി അധികം വെച്ച് താമസിയാതെ നാട്ടിലോട്ട് തന്നെ പോകണമെന്ന് സ്റ്റീഫൻ നെടുമ്പള്ളിക്കും മനസ്സിലായിരിക്കുകയാണ്. അപ്പോൾ ഒരു പടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിക്ക് സ്റ്റീഫൻ നെടുമ്പള്ളി, അതായത് ഖുറേഷി അബ്രാം, കബൂഗേനെയും ഉന്മൂലനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിലേക്ക് വന്ന് അവിടെ വെളിച്ചം വീശാനും തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് തൻ്റെ അച്ഛന് തുല്യം താൻ കാണുന്ന, ദൈവതുല്യമായി കാണുന്ന PK രാംദാസിന് വേണ്ടി വീണ്ടും ഖുറേഷി അബ്രാം എന്ന എമ്പുരാൻ വെളിച്ചം വീശുന്നവനായ ലൂസിഫറായി കേരളത്തിൽ വരേണ്ട സമയമായെന്ന് അയാൾ മനസ്സിലാക്കി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബോറിസ് എന്ന് പറയുന്ന വ്യക്തി ഖുറേഷി അബ്രാം എന്ന് പറയുന്ന വ്യക്തിയുമായി സംസാരിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും ഇയാൾ TV ഓണാക്കി ഹൈ വോളിയത്തിൽ ഇട്ടിട്ടാണ് താഴോട്ട് പോണേ. ആ സമയത്ത് TV വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഡയലോഗ് വരുന്നുണ്ട്. The biggest trick the devil ever pulled is to make the world believe he doesn't exist. അതായത് ചെകുത്താൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ട്രിക്ക് എന്തെന്ന് വെച്ചാൽ താൻ ഈ ലോകത്തിലില്ല എന്ന് ലോകത്തിനെ വിശ്വസിപ്പിക്കുന്നു എന്ന് തന്നെയാണ്. ഇതൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കണേ. ബോറിസിനോട് ചില കാര്യങ്ങൾ സ്റ്റീഫൻ സംസാരിക്കുന്നു, ചില പ്ലാനുകൾ ഇടുന്നു. അതനുസരിച്ച് പിന്നീട് കബൂഗ എന്ന് പറയുന്ന ഈ ഒരു ഷെൻ ട്രയാഡിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു മയക്കുമരുന്ന് കാർട്ടലിൻ്റെ ഭാഗമായിട്ടുള്ള ആളുമായിട്ടൊരു മീറ്റിംഗ് നടക്കുന്നു. അവിടെ വെച്ചൊരു ആക്രമണം ഉണ്ടാകുന്നു. അവിടെ ഖുറേഷി അബ്രാമും കബൂഗയും അവസാനിച്ചതായിട്ട് ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. സ്റ്റീഫൻ അവിടെ തൻ്റെ മരണത്തെ ഫേക്ക് ചെയ്യുകയാണ്. എന്നാൽ ഖുറേഷി അബ്രാം എന്ന സ്റ്റീഫൻ നെടുമ്പള്ളി കബൂഗയുടെ മീറ്റിംഗ് ഫിക്സ് ചെയ്തേക്കുന്ന സ്ഥലത്തിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് അയാൾ എന്താ ചെയ്തത്? അയാൾ കണ്ണാടി ഊരി തൻ്റെ മുഖം ലോകത്തിന് മുഴുവനും കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഖുറേഷി അബ്രാം എന്ന വ്യക്തിയുടെ മുഖമെന്ന്. എന്തിനു വേണ്ടി? എന്നാൽ മാത്രമല്ലേ ഗോവർദ്ധനെ വിളിച്ച് പ്ലാൻ ചെയ്തതുപോലെ ഖുറേഷി അബ്രാം, അതായത് സ്റ്റീഫൻ നെടുമ്പള്ളി മരിച്ചു എന്ന ന്യൂസ് കേരളത്തിലേക്ക് അറിയുള്ളൂ. അപ്പോൾ ഏകദേശം ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ജതിൻ രാംദാസ് കിഷോറിൻ്റെ കഥാപാത്രമായിട്ടുള്ള കാർത്തിക്കിനോട് പറയുന്നുണ്ട്, എവിടെയോ കിടന്ന എന്നെ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തിയ ആളാണ് സ്റ്റീഫൻ. ഒരു കാലത്ത് കേരളത്തിലെ എല്ലാ പൊളിറ്റിക്കൽ മുന്നണികളും ഭയന്നിരുന്ന ഒരു പവർഫുൾ പൊളിറ്റിക്കൽ ഫോഴ്സ്, അവിടെ സ്റ്റീഫൻ ഒരു ചില്ലറക്കാരനല്ലായിരുന്നു എന്ന് സിനിമയിൽ കാണിക്കുന്നുണ്ട്, അല്ലേ? ആ സ്റ്റീഫൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ സൂചിപ്പിക്കുന്നുണ്ട് കേരള രാഷ്ട്രീയത്തെ മുഴുവനും കൺട്രോൾ ചെയ്തിരുന്നത് ഇൻഡയറക്ട്ലി ആൻഡ് ഡയറക്ട്ലി അത് സ്റ്റീഫൻ ആയിരുന്നുവെന്ന് ആ സിനിമയിൽ ആ ഒരൊറ്റ സീനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ജതിനെയും സ്റ്റീഫൻ മരിച്ചു എന്ന് വിശ്വസിപ്പിക്കണം, കേരള രാഷ്ട്രീയത്തിലുള്ള എല്ലാവരെയും സ്റ്റീഫൻ മരിച്ചു എന്ന് വിശ്വസിപ്പിക്കണം എന്നുള്ളത് സ്റ്റീഫൻ്റെ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് സ്റ്റീഫൻ ഈ ഒരു കബൂഗയുമായിട്ടുള്ള മീറ്റിങ്ങിന് പോകുന്നതിന് മുൻപ് കണ്ണാടി ഊരി എല്ലാ ഡ്രോണുകളിലേക്കും മുഖം തിരിച്ച് തൻ്റെ മുഖം കാണിച്ചു കൊടുത്തത്. എന്തിന്? ഇവിടെയാണ് ബോറിസിൻ്റെ വീട്ടിൽ പ്ലേ ചെയ്ത സിനിമാ ഡയലോഗ് നമ്മൾ ഓർക്കേണ്ടത്. ചെകുത്താനെ ഈ ലോകത്തിൽ ചെയ്തതിലേക്ക് വെച്ച് ഏറ്റവും വലിയ ട്രിക്ക് താൻ ജീവിച്ചിരിപ്പില്ല എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. ഖുറേഷി അബ്രാം എന്ന സ്റ്റീഫൻ നെടുമ്പള്ളി മരിച്ചാൽ ആരും അയാളെ നോക്കത്തില്ല.
ആ ഒരു സാഹചര്യത്തിൽ സ്റ്റീഫന് ഇടപെടേണ്ട രീതിക്ക് കയറി ഇടപെടാം. എന്നാൽ ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് സ്റ്റീഫൻ ആദ്യം തന്നെ കാര്യങ്ങൾ നീക്കിയത് ഗോവർദ്ധനിലൂടെയാണ്. കാരണം ഇപ്രാവശ്യം ഗോവർദ്ധനെ ഡാനിയൽ റാവുത്തറിൻ്റെ സഹായത്തോടു കൂടി സ്റ്റീഫൻ നെടുമ്പള്ളി എത്തിക്കുന്നുണ്ട്, മീറ്റിങ്ങിന് കൊണ്ടുവരുന്നുണ്ട്. മീറ്റിംഗ് നടക്കുന്ന ഐലൻഡൊക്കെ അറിയാമല്ലോ, പറഞ്ഞു തരേണ്ട കാര്യമില്ല. ആ ഐലൻഡിൽ വെച്ചൊരു സംഭാഷണമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്രാവശ്യം ഞാൻ നിങ്ങളെ യൂസ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയങ്ങളിൽ അറിയും, അതുമാത്രം മതി എന്ന് നല്ല ഒരു അൾട്ടിമേറ്റം കൊടുക്കുന്നതെന്നൊക്കെ സ്റ്റീഫൻ പറയുന്നുണ്ട്. ആ സംസാരത്തിൽ നിന്ന് തന്നെ ഗോവർദ്ധന് കിട്ടേണ്ട കാര്യങ്ങളെല്ലാം കിട്ടുന്നുമുണ്ട്. എന്നാൽ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സ്റ്റീഫൻ പറയുന്നുണ്ട്, തിരിഞ്ഞു നോക്കിയിട്ട് സ്റ്റീഫൻ ഗോവർദ്ധൻ പണ്ട് തനിക്കിട്ട ആ 3 പേരുകളാണ് പറയുന്നത്, ലൂസിഫർ കൊണ്ട് അവസാനിക്കുന്ന 3 പേരുകൾ. എന്നിട്ട് സ്റ്റീഫൻ അവിടെ നിന്ന് മാറുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന മതിലിൽ എഴുതി വെച്ചേക്കുന്നതിൽ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എവ്രിവെയർ ഇൻ ദ വേൾഡ് എന്നാണ്. അതായത് സ്റ്റീഫൻ അവിടെ നിന്ന് പോയാലും ലോകത്തിലെല്ലായിടത്തും അയാളുടെ ശക്തി ഉണ്ടാകുമെന്ന് നമുക്ക് ആ സീനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കറക്റ്റ് സെൻട്രലായിട്ട് എവ്രിവെയർ ഇൻ ദ വേൾഡ് എന്ന് പറയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്റ്റീഫൻ്റെ മരണം സ്റ്റീഫൻ സ്റ്റേജ് ചെയ്ത ആ സമയത്ത്, ഖുറേഷി എബ്രാമും ഗബൂഗയും കൂടെ മീറ്റ് ചെയ്ത ആ സമയത്ത് മുകളിലുള്ള ഒരു കുരിശ് പൊളിഞ്ഞു വന്നിട്ട് നിലത്തിങ്ങനെ വീഴുന്നുണ്ട്. നിലത്ത് വന്ന് വീഴുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് എൽ എന്നല്ല, ജെ എന്നാണ്. അവിടെ സൂചിപ്പിക്കുന്നത് ഒരു റിസറക്ഷനാണ്, ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഖുറേഷി എബ്രാമിൻ്റെ. കാരണം എന്താണ്, ഇതേ സിനിമ തന്നെ ഇൻ്റർവെൽ സമയത്ത് ഒരു ഷോട്ട് കാണിക്കുമ്പോഴത്തേക്ക് വീണ്ടും എൽ എന്നുള്ള രീതിക്ക് കാണിക്കുന്നുണ്ട്. അതായത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ജെ ദൈവപുത്രൻ, ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ എൽ സ്വർഗത്തിൽ നിന്ന് പുറത്തായ മാലാഖ. ഈ 2 ഷോട്ടുകളും നമ്മളെ ആരാണ് യഥാർത്ഥത്തിൽ സ്റ്റീഫൻ എന്ന് മനസ്സിലാക്കിച്ചു തരുന്നുണ്ട്. എന്നാൽ ഈ സമയങ്ങളിലെല്ലാം ഖുറേഷി എബ്രാം എന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ നേതൃത്വത്തിൽ ഗോവർദ്ധൻ അവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളി മരിച്ചു എന്ന് ലോകം മുഴുവനും വിശ്വസിക്കുന്നു. ജതിൻ രാംദാസിനും ഉറപ്പായി ആ സ്റ്റീഫൻ പോയി, ഇനി ഫുള്ളായിട്ട് തൻ്റെ പ്ലാനുകൾ, തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ പ്ലാനുകൾക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം, കാരണം തടയാൻ സ്റ്റീഫൻ വരത്തില്ലല്ലോ എന്ന കോൺഫിഡൻസ് വരുന്നു. മറ്റുള്ള പാർട്ടികൾക്കും അതെ, ഓക്കെ സ്റ്റീഫൻ ഇനിയില്ല. എന്നാൽ ഇവിടെ നിന്നാണ് പ്രിയദർശിനി രാംദാസിൻ്റെയും ജതിൻ രാംദാസിൻ്റെയും എല്ലാം ക്യാരക്ടർ മറ്റൊരു നിലയിലേക്ക് പോകുന്നത്. കാരണം സ്റ്റീഫൻ പോയതോടുകൂടി ജതിന് ഭയങ്കര ധൈര്യവും ധാർഷ്ട്യവും ഒക്കെ വരെയാണ്. ചേച്ചിയോട് ഒരു അൾട്ടിമേറ്റം കണക്ക് പറയുകയാണ്, ഒരിക്കലും നീ എനിക്കെതിരായിട്ടുള്ള സംഭവത്തിലേക്ക് പോകരുത്, സിനിമ കണ്ടവർക്ക് മനസ്സിലാവും എന്താ സംഭവമെന്ന്. എന്നാൽ തൻ്റെ സഹോദരൻ ഒരു ഭീഷണി കണക്ക് തന്നോട് പറഞ്ഞപ്പോഴത്തേക്കും ഉറപ്പായിട്ടും താൻ പോവും എന്നൊരു തീരുമാനമായി ആർക്ക്, പ്രിയദർശിനിക്ക്. എന്നാൽ ഇവിടെ പ്രിയദർശിനിയെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ജതിൻ ചെയ്യുന്നു. എന്നാൽ ജതിൻ്റെ കൺട്രോൾ വിട്ടു പോകുന്നത് പ്രിയദർശിനിയെ തട്ടാനായിട്ടുള്ള രീതിക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ്. ആ സമയത്ത് നമുക്കറിയാം, പ്രിയദർശിനിയെ ആക്രമിച്ച് ഇല്ലാണ്ടാക്കാനായിട്ട് ആളുകൾ വരുമ്പോഴത്തേക്കും ഒരു കാട്ടിലേക്ക് ഓടിക്കയറുന്നു. പിന്നെ ഈ സിനിമ അങ്ങോട്ട് എലവേറ്റ് ചെയ്ത് കൊണ്ടുപോയ ഒരു സീനാണ് ജംഗിൾ പുളി. പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോഴും അത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അത് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്തവരുണ്ടെങ്കിൽ വലിയ നഷ്ടമാണ്. അത് നിങ്ങളിപ്പോൾ ഒ ടി ടിയിൽ വന്നതിന് ശേഷം ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവരോടാണ് പറയുന്നത്, ആ ഒരു സീൻ നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്തെങ്കിൽ വലിയ നഷ്ടമാണ്. ആ ഒരു സീനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്റ്റീഫൻ അതിൽ വരുന്ന ആയുധധാരികളെയെല്ലാം കൈകൊണ്ട് ഇടിച്ച് നിലത്തിടുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഇടിച്ച് നിലത്തിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റീഫൻ്റെ ചുറ്റിനും ആയുധധാരികളുണ്ട്, അവരോടെല്ലാം സ്റ്റീഫൻ ആയുധം താത്താൻ പറയുന്നു. അപ്പോൾ നമുക്ക് ചോദിക്കാം, ലോകത്തിൽ അത്രയും വലിയ ശക്തിയായിട്ടുള്ള സ്റ്റീഫൻ എന്തിന് ആ സമയത്ത് ആയുധധാരികളുണ്ടായിട്ടും മുണ്ടും മടക്കി കുത്തി ഇടിക്കാൻ പോയി? കാരണം അത് സ്റ്റീഫൻ എന്ന ഖുറേഷി എബ്രാമിൻ്റെ ജനറൽ നേച്ചറാണ്. തനിക്ക് വേണ്ടപ്പെട്ട ആളുകൾ, PK രാംദാസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, തൻ്റെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി അയാളുടെ ശക്തികൾ ഉപയോഗിക്കുന്നതിന് പകരം അയാൾ സ്വയം ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ലൂസിഫർ സിനിമയിലും ഇദ്ദേഹം സ്റ്റീഫൻ നെടുമ്പള്ളി തൻ്റെ ശക്തി ഉപയോഗിക്കാതെ ഫൈറ്റ് ചെയ്ത സമയങ്ങൾ കൂടുതലും PKRനെയും അതുപോലെ തന്നെ PKR റിലേറ്റഡ് ആയിട്ടുള്ള PKRൻ്റെ ആദർശങ്ങളുമായിട്ട് റിലേറ്റഡ് ആയി നിൽക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെയും അതുപോലെ സ്റ്റീഫൻ നെടുമ്പള്ളി തൻ്റെ ശക്തികൾ ഉപയോഗിക്കാതെ, തൻ്റെ അധികാരം ഉപയോഗിക്കാതെ, തൻ്റെ സ്വയം ഇറങ്ങി കാര്യം ചെയ്തത് PK രാംദാസ് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന തനിക്ക് വേണ്ടപ്പെട്ട പ്രിയദർശിനിക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവിടെ ഇറങ്ങി അവിടെ പ്രിയദർശിനിയെ രക്ഷിക്കാൻ വേണ്ടി ജംഗിൾ പുളി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റീഫൻ എടുക്കുന്ന ഒരു ആയുധമുണ്ട്. കയ്യിലെടുക്കുന്ന 2 ആയുധങ്ങൾ, ഒന്നൊരു വാളും മറ്റൊരു സിക്കിളാണ്. ഒരു സിക്കിൾ എടുക്കും. ഈ സിക്കിളുണ്ടല്ലോ, വെസ്റ്റേൺ രീതികളിലേക്ക് പോകുമ്പോൾ, വെസ്റ്റേൺ കഥകളിലേക്ക് പോകുമ്പോഴത്തേക്കും മരണത്തെ സൂചിപ്പിക്കുന്ന ഗ്രിം റീപ്പർ എന്ന് പറയുന്നൊരു എൻറ്റിറ്റി ഉണ്ട്. ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ ആത്മാവിനെ എടുക്കാനായിട്ട് വരുന്ന മരണമാണ് ഈ ഗ്രിം റീപ്പർ എന്ന് പറയുന്നത്. ഈ ഗ്രിം റീപ്പറിൻ്റെ കയ്യിലിരിക്കുന്ന
റീപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡും ഏകദേശം ഇത് തന്നെയാണ്. സ്റ്റീഫൻ എന്തുകൊണ്ട് സ്റ്റീഫൻ്റെ കയ്യിൽ ഈ ആയുധം, ഈ ഒരു റീപ്പിംഗ് ബ്ലേഡ് കൊടുത്തു, സിക്കിള് കൊടുത്തു എന്നുള്ളത് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ നിങ്ങളോട് പറയാം. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. എന്നിട്ട് പ്രിയദർശിനിയോട് പറയുന്നു, പ്രിയദർശിനിക്ക് ഇല്ലാത്ത ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നു. പ്രിയദർശിനിയെ ആരോ ആക്കി മാറ്റുന്ന രീതിക്ക് സ്റ്റീഫൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. എന്തിനേറെ പറയുന്നു, പ്രിയദർശിനിക്ക് തൻ്റെ സ്വന്തം കാറ് പോലും സ്റ്റീഫൻ കൊടുത്തിട്ടാണ് പോകുന്നത്. ഇതിനും ഒരു കാരണമുണ്ട്, അതും ഞാൻ ലാസ്റ്റിൽ പറയാം. എന്നാൽ ഇതിനുശേഷം പ്രിയദർശിനിയെ കൊണ്ട് സ്റ്റീഫന് നടത്തേണ്ട കാര്യങ്ങൾ നടത്താൻ പറ്റുന്നില്ല. അതിന് മറ്റു ചില പൊളിറ്റിക്കൽ പവേഴ്സ് അതിന് സമ്മതിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ സ്റ്റീഫൻ അവരെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളും ചെയ്തു തുടങ്ങി. ആദ്യമായി ജിതിൻ രാംദാസിനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി. ജിതിൻ രാംദാസിനെ നന്നാക്കണമല്ലോ. എന്നിട്ട് ജിതിൻ രാംദാസിനെ തട്ടിക്കൊണ്ടുപോയിട്ട് സയ്യദ് മസൂദിൻ്റെ കുട്ടിക്കാലത്തിൽ അവൻ്റെ കുടുംബത്തിനെ ഇല്ലായ്മ ചെയ്ത അതേ സെയിം വില്ലൻ കേരള രാഷ്ട്രീയത്തിലേക്ക് ഇപ്പോൾ വന്നേക്കുന്ന ആ വില്ലൻ. അയാൾ എന്തിനാണ് കേരളത്തിലേക്ക് വന്നത്? കേരളത്തിന് അയാളുടെ ബിസിനസ് കുറച്ചുകൂടെ സക്സസ്ഫുൾ ആക്കാനായിട്ട്, കുറേ കൂടെ പൈസ ഉണ്ടാക്കാനായിട്ട്, കേരളത്തിനൊരു ഇമ്പോർട്ട് എക്സ്പോർട്ട് ഏരിയ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അയാൾ കേരളത്തിലേക്ക് വന്നതെന്ന് സിനിമയിൽ പറയുന്നുണ്ട്. അപ്പോൾ 100% ആ ഒരു കഥാപാത്രം ഒരു വില്ലൻ കഥാപാത്രമാണെന്നും ആ കഥാപാത്രം ഏത് കേരളത്തിന് PK രാംദാസ് ഒരുപാട് സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിന് ഭീഷണിയാവുന്നുവെന്നും സ്റ്റീഫന് മനസ്സിലായതുകൊണ്ട് ഖുറേഷി എബ്രാം എന്ന സ്റ്റീഫൻ നെടുമ്പള്ളി ജിതിൻ രാംദാസിനെ പിടിച്ചു വെച്ചും അതുപോലെ തന്നെ ഈ പറയുന്ന വില്ലൻ്റെ ശിങ്കിടികളെല്ലാം പിടിച്ചു വെച്ചും അയാൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അവിടെ സ്റ്റീഫൻ നെടുമ്പള്ളിയും ഈ പറയുന്ന സയ്യദ് മസൂദും കൂടെ രണ്ടുപേരും കൂടെ ഇടിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീനെ ഒരു പോരായ്മയായിട്ട് പറയുന്നുണ്ട്. കാരണം അത്രയും നേരവും ഖുറേഷി എബ്രാമിനെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് വന്നൊരു ക്യാരക്ടറാണ് അല്ലേ. ചില സമയത്ത് നമുക്കും അതൊരു കുറ്റമായിട്ട് തോന്നും. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ എന്തിന് ഒരാളുടെ കൂടെ നിന്ന് ഇങ്ങനെ ഫൈറ്റ് ചെയ്തു വന്നു. അപ്പോൾ അവിടെ നമുക്കൊരു എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ പോലും ആ ഒരു സീൻ പല ആളുകൾക്കും അത്ര അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്തിട്ടില്ല. നമുക്കത് കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം ആ ക്യാരക്ടറിൻ്റെ ഓറ അത്രയ്ക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടാണ് ഈ പരിപാടി കാണിച്ചത്. പക്ഷെ ഞാൻ അഗെയിൻ പറയുന്നു, നമുക്കതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം സ്റ്റീഫൻ്റെ നേച്ചർ അതാണ്. അയാൾ ഖുറേഷി എബ്രാം ആണെങ്കിൽ പോലും, ലോകത്തിനെ നിയന്ത്രിക്കുന്ന ശക്തിയുടെ തലവനാണെങ്കിൽ പോലും, അയാൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ തന്നെ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അയാൾ PK രാംദാസിൻ്റെ മകന് തുല്യമായിട്ടുള്ള സ്റ്റീഫൻ നെടുമ്പള്ളിയാണ്. തൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽ കയറി കളിച്ച് കുടുംബത്തിലൊരു റിഫ്റ്റ് ഉണ്ടാക്കി തൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ദൈവതുല്യനായ PK രാംദാസിൻ്റെ മകളെ തട്ടിക്കളയാൻ വരെ കാര്യങ്ങൾ ചെയ്ത ആളാണ് ഈ വില്ലൻ. ആ വില്ലൻ തൻ്റെ അച്ഛൻ്റെ നാടായിട്ടുള്ള ദൈവത്തിൻ്റെ സ്വർഗരാജ്യമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന കേരളത്തിൽ കയറി ആ കേരളത്തിനെ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് ഏരിയയാക്കി മാറ്റാനും താൻ അവിടെ കൊണ്ടിരുത്തിയേക്കുന്ന ദൈവപുത്രനായിരുന്ന ജിതിൻ രാംദാസിനെ ഒരു അന്തിക്രിസ്തുവാക്കി മാറ്റുകയും ചെയ്ത ആളാണ്. അപ്പോൾ അയാൾ സ്റ്റീഫനും വില്ലൻ തന്നെയാണ്. അതിൽ പറയുന്നൊരു ഡയലോഗുണ്ട്, പൃഥ്വിരാജ് സുകുമാരൻ പറയുന്നുണ്ട്, അവനെ മറ്റാരും തട്ടരുത്, അവൻ എനിക്കുള്ളവനാണ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റീഫൻ നെടുമ്പള്ളി പറയുന്നുണ്ട്, ഓർ ബദല ഹമാര എന്ന് പറയുമ്പോൾ റിവെഞ്ച് നമ്മുടേതാണ് എന്ന് സ്റ്റീഫൻ പറയുന്നുണ്ട്. അയാളോട് റിവെഞ്ചാണ് എടുത്തത്. തൻ്റെ അച്ഛൻ്റെ സ്വർഗരാജ്യത്തിൽ കയറി കുളം തോണ്ടാൻ ശ്രമിച്ച ആൾക്കെതിരെയുള്ള റിവെഞ്ച് എടുത്തേ. ഇതിനു മുമ്പായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു സീനുണ്ട്. സ്റ്റീഫൻ ഈ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സയ്യദ് മറ്റൊരു സ്ഥലത്ത് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന കുട്ടികളെ രക്ഷിക്കുകയായിരുന്നു. ആ ഒരു കുട്ടി വന്നിട്ട് സയ്യദിനോട് ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന്. അതിന് സയ്യദ് കൊടുത്ത മറുപടി സയ്യദ് മസൂദ് എന്നായിരുന്നു മറുപടി കൊടുത്തത്. അതയാൾ അങ്ങനെ കൊടുക്കാനുള്ള കാര്യം എന്താണ്? വർഷങ്ങൾക്ക് മുൻപ് താനൊരു തീവ്രവാദ സംഘടനയുടെ കയ്യിൽപ്പെട്ടു പോയപ്പോൾ അവിടെ നിന്ന് ഒരു ദേവദൂതനെ കണക്ക് വന്ന് രക്ഷിച്ചത് ഖുറേഷി എബ്രാമാണ്. അപ്പം അന്ന് തൊട്ടേ ഖുറേഷി എബ്രാം ലോകത്തിൽ ഈ ഒരു തീവ്രവാദത്തിനെതിരെയും അതുപോലെ തന്നെ ഈ ഒരു മയക്കുമരുന്നിനെതിരെയും പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് ആ സീനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ സീനിൽ ചെറുപ്പക്കാരനായിരുന്ന സയ്യദ് മസൂദ് ചോദിക്കും, നിങ്ങൾ ആരാണ്? അപ്പം അയാൾ പറയും, ഖുറേഷി എബ്രാം. അതേപോലെ തന്നെ സയ്യദ് ആ കുട്ടി ചോദിക്കുമ്പോൾ സയ്യദ് പറയുന്നുണ്ട് സയ്യദ് മസൂദ്. അങ്ങനെ പറയാനുള്ള കാര്യം എന്താണ്? കാരണം അയാൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഖുറേഷി എബ്രാമിനെ കാണുന്നത്. അപ്പോൾ സയ്യദിൻ്റെ ജീവിതം കാണിച്ചാൽ പോലും ആ ജീവിതം ഖുറേഷി എബ്രാം എന്ന് പറയുന്ന ആ ഒരു അൺസീൻ സൂര്യൻ, ആ സൂര്യനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നൊരു ജീവിതമായിരുന്നു. ടേൺ ഈ സിനിമ ഖുറേഷി എബ്രാമിനെ കുറിച്ച് തന്നെയാണ് അത്രയും നേരവും പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ചോദിക്കാം, സയ്യദ് മസൂദ് ലോകത്തിൽ തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു ഹിറ്റ് ടീം, ഒരു മെർസണറി ഗ്രൂപ്പിൻ്റെ ഹെഡാണ്. അയാൾക്ക് വേണമെങ്കിൽ തീർക്കാമായിരുന്നല്ലോ ഒന്ന്. ഈ ഒരു മെർസണറി ഗ്രൂപ്പ്, ഹിറ്റ് ടീം, ഇതെല്ലാം ലോകത്തിന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന കഥകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ സയ്യദ് മസൂദ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളല്ല, ഖുറേഷി എബ്രാമിൻ്റെ റൈറ്റ് ഹാൻഡാണ്. അയാളുടെ പ്രൈവറ്റ് സൈന്യത്തിൻ്റെ തലവനാണ് സയ്യദ് മസൂദ്.
അപ്പോൾ അയാൾ ഒരിക്കലും നമുക്കൊരു ഇൻഡിപെൻഡൻറ്റ് ഹിറ്റ് ടീം എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ പറഞ്ഞൊരു ഡയലോഗും ഉണ്ടല്ലോ, സയദിൻ്റെ കുട്ടിക്കാലത്ത് സ്റ്റീഫൻ പറഞ്ഞൊരു ഡയലോഗും ഉണ്ടല്ലോ, നിൻ്റെ പ്രതികാരം ലോകത്തിൻ്റെ തന്നെ നന്മയ്ക്കൊരു കാരണമായി മാറുമ്പോൾ ഞാൻ നിനക്കതിനുള്ളൊരു അവസരം തരാം. അവിടെയും PK രാംദാസ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഐഡിയോളജീസാണ് ഈ പറയുന്ന ലൈറ്റ് ബ്രിങ്ങർ എന്ന ലൂസിഫറായ ഖുറേഷി എബ്രഹാം, സ്റ്റീഫൻ നെടുമ്പള്ളി അവിടെയും കാണിക്കുന്നത്. ലോകനന്മയ്ക്കൊരു കാരണം വരുന്ന സമയത്ത് ഈ നിൻ്റെ പ്രതികാരത്തിന് ഞാൻ നിന്നെ സഹായിക്കാം അല്ലേ. അവിടെയും സ്റ്റീഫൻ ഖുറേഷി എബ്രഹാം എന്ന ഈ കഥാപാത്രത്തിൻ്റെ സ്ട്രെങ്താണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫൈനൽ ഫൈറ്റ് സീക്വൻസിന് 2 അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അത് വേണ്ടായിരുന്നെന്നും പറയുന്നുണ്ട്, വേണമെന്നും പറയുന്നുണ്ട്. അത് 2 പേർക്കും അവരുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട്, കുറ്റം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിന് ശേഷമാണ് ഷെൻ ട്രയാഡിൻ്റെ ഇൻട്രോ. ഷെൻ ട്രയാഡിലെ ഷെൻലോങ് ഷെൻ എന്ന് പറയുന്ന അയാൾ ഖുറേഷി എബ്രഹാമിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, കബൂഗ എൻ്റെ ഒരു സഹോദരനെ പോലെയായിരുന്നു. കബൂഗയെ ഉന്മൂലനം ചെയ്തതോടുകൂടി നീ ഷെൻ ട്രയാഡുമായിട്ട് കുരുത്തേക്കെയാണ്, ഇനി നമ്മൾ തമ്മിലുള്ള പരിപാടിയാണ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഷെൻ ട്രയാഡിൻ്റെ തലവൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, എ ബ്രദർ ഫോർ എ ബ്രദർ എന്ന്. ആ ബ്രദർ ഫോർ എ ബ്രദർ എന്ന് പറയുമ്പോഴത്തേക്കും ഖുറേഷി എബ്രഹാം ആദ്യം നോക്കുന്നത് ജദിനെയല്ല, സയദിനെയാണ്. അപ്പോൾ സയദ് അത്രത്തോളം ഖുറേഷി എബ്രഹാമിന് വേണ്ടപ്പെട്ട ആളാണെന്ന് ഈ ഒരു സീനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് ഈ സിനിമ ഷോ ഡൗൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ആം ഐ സ്പീക്കിംഗ് ടു ദ മാൻ എന്ന് പറയുമ്പോൾ യെസ്, അബ്രാം, ഖുറേഷി അബ്രാം എന്ന് പറയുന്ന ആ സെയിം ഷോട്ടിലാണ് ഈ ഒരു ഫിലിം അവസാനിപ്പിക്കുന്നത് അല്ലേ. എന്നിട്ട് L3 എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയാണ് ഞാൻ നേരത്തെ പറയാനായിട്ട് ബാക്കി വെച്ച ചില കാര്യങ്ങൾ പറയേണ്ടത്. നമ്മൾ ലൂസിഫറിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ എന്താണ് കേട്ടത്? എമ്പുരാനെ എന്നാണ് കേട്ടത് അല്ലേ. അപ്പോൾ 2ാം ഭാഗം എമ്പുരാനായി. എല്ലാവർക്കും മനസ്സിലായി കാണും. L3 ലൂസിഫറിൻ്റെ 3ാം ഭാഗത്തിൻ്റെ പേര് അസ്രയേൽ എന്നാണ്. ആരാണ് അസ്രയേൽ? അസ്രയേൽ എന്ന് പറയുന്നത് മരണത്തിൻ്റെ ദേവനാണ്. ഏഞ്ചൽ ഓഫ് ഡെത്ത്. മരണത്തിൻ്റെ ദേവനല്ല, മരണത്തിൻ്റെ മാലാഖയാണ്. ഏഞ്ചൽ ഓഫ് ഡെത്താണ് അസ്രയേൽ. അപ്പോൾ ഡെത്തിനെ സൂചിപ്പിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ, ഡെത്ത് ഒരു ആത്മാവിനെ എടുക്കാൻ വരുന്ന ഗ്രിം റീപ്പറിൻ്റെ ആയുധമായി കാണിക്കുന്നത് സിക്കിളാണ്. അപ്പോൾ അതേ സിക്കിൾ എന്ന് പറയുന്ന ആയുധം തന്നെയാണ് ഖുറേഷി എബ്രഹാം എടുത്ത് കയ്യിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അടുത്തേൽ നമ്മൾ ലൈറ്റ് ബ്രിങ്ങറായ ലൂസിഫറിനെയോ ഓവർലോഡായ എമ്പുരാനെയോ അല്ല കാണാൻ പോകുന്നത്, മരണത്തിൻ്റെ ഏഞ്ചലായിട്ടുള്ള അസ്രയേലിനെയാണ്. അപ്പോൾ അത്രത്തോളം വേറെ ലെവലിലായിരിക്കും പോരാട്ടങ്ങൾ പോകുന്നത്. അവിടെ ഫുൾ മരണത്തിൻ്റെ ദേവനായിട്ടായിരിക്കും, ഏഞ്ചലായിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെ പൂർണ്ണമായും സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് അസ്രയേലായി മാറാൻ പറ്റും? അയാൾ ഒരേ സമയം എങ്ങനെ എമ്പുരാനും അസ്രയേലും ലൂസിഫറുമായി മാറാൻ പറ്റും? ഇപ്പോൾ അയാളുടെ ലൂസിഫർ എന്ന് പറയുന്ന സ്ഥാനം അയാൾ മറ്റൊരാൾക്ക് കൊടുത്തിട്ട് വന്നേക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് PKR എന്ന ദൈവത്തിൻ്റെ സ്വർഗരാജ്യമായി കേരളത്തിനെയും IOF പാർട്ടിയെയും കൺട്രോൾ ചെയ്യാനായിട്ട് അവിടെ ഒരാളെ ലൂസിഫറാക്കി മാറ്റിയിട്ട്, ലൈറ്റ് ബ്രിങ്ങറാക്കി മാറ്റിയിട്ടാണ് ഖുറേഷി എബ്രഹാം തിരിച്ചു വന്നത്. ആരെ? പ്രിയദർശിനി രാംദാസിനെ. കാരണം പ്രിയദർശിനി രാംദാസ് ഒരു സ്ഥലത്ത് വന്നിട്ട് ഫൈനൽ സീനിൽ ഇങ്ങനെ കൈപൊക്കി കാണിക്കുമല്ലോ. കൈപൊക്കി കാണിക്കുമ്പോഴത്തേക്കുണ്ട്, ഇങ്ങനെ കൈപൊക്കി കാണിക്കുമ്പോൾ ആ കൈ എല്ലാണ്. പ്രിയദർശിനി രാംദാസ് എല്ലായിട്ടാണ് കൈപൊക്കി കാണിച്ചേക്കുന്നത്. ലൂസിഫർ. അപ്പോൾ ലൈറ്റ് ബ്രിങ്ങറായി ഇപ്പോൾ കേരളത്തിലുള്ളത് പ്രിയദർശിനി രാംദാസാണ്. പ്രിയദർശിനി രാംദാസ് ഉപയോഗിക്കുന്ന വണ്ടി, ആ കറുത്ത വണ്ടി, സ്റ്റീഫൻ നെടുമ്പള്ളി ലൈറ്റ് ബ്രിങ്ങർ എന്ന ലൂസിഫറിൻ്റെ വണ്ടിയാണല്ലോ. ആ വണ്ടി പോലും പ്രിയദർശിനി രാംദാസിന് കൊടുത്തിട്ട് വന്നേക്കുകയാണ്. ഇവൻ്റെ സ്ഥാനമായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിൽ PKR എന്ന ദൈവതുല്യനായിട്ടുള്ള PK രാംദാസിൻ്റെ സ്വർഗരാജ്യം എന്ന കേരളത്തിൽ ലൈറ്റ് ബ്രിങ്ങിങ്, അതായത് ലൂസിഫർ എന്ന സ്ഥാനം, ആ സ്ഥാനം പ്രിയദർശിനി രാംദാസിന് കൈമാറിയിട്ടാണ് വന്നതെന്ന് ഈ സീനുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ PK രാംദാസിൻ്റെ ഫ്യൂച്ചർ, അദ്ദേഹത്തിൻ്റെ ലെഗസി, അത് പ്രിയദർശിനിക്ക് ശേഷം ജാൻവിയിൽ സുരക്ഷിതമാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സീനും കൂടെ ഉണ്ട്. ജാൻവി ഭയങ്കര ബഹുമാനത്തോടുകൂടി, ഒരു മതിപ്പോടുകൂടി തൻ്റെ മുത്തശ്ശനായ PK രാംദാസിൻ്റെ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നൊരു സീനും ഇതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം അതിനെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് പറയാം. കാരണം എന്താണ്? ഇനി മുതൽ സ്റ്റീഫൻ ലൂസിഫർ അല്ല, എമ്പുരാനാണ്. എമ്പുരാനൊപ്പം തന്നെ അയാൾ അസ്രയേലായി മാറാൻ പോവുകയാണ്, മരണത്തിൻ്റെ മാലാഖ. അതിനെ സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജംഗിൾ പുളി ഫൈറ്റ് സീനിലുള്ള ആ സിക്കിൾ, ഗ്രിം റീപ്പർ ഡെത്ത് യൂസ് ചെയ്യുന്ന ആ ഒരായുധത്തിന് തുല്യമായിട്ടുള്ള സിക്കിൾ സ്റ്റീഫൻ തൻ്റെ കയ്യിൽ പിടിച്ചിരുന്നത്. ഇങ്ങനെ ഒരുപാട് സിംബോളിക് റെപ്രസെൻറ്റേഷനും നമ്മൾ മിസ് ചെയ്തു പോയ എലമെൻറ്റുകളും ഈ ഒരു സിനിമയിലുണ്ട്. അതും കൂടെയൊക്കെ ചേർത്ത് ഈ സിനിമ ഒന്നുകൂടെ കാണുമ്പോൾ, എന്തായാലും നാളെ OTTയിൽ വരെയല്ലേ, ഒന്നുകൂടെ ഒന്ന് കണ്ടു വെക്കുക. അപ്പോൾ സിനിമയുടെ ബ്യൂട്ടി നിങ്ങൾക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ കണ്ട എമ്പുരാൻ എന്ന സിനിമ. ഞാൻ കണ്ടിട്ട് എൻ്റെ രീതിക്ക്, ഞാൻ എൻജോയ് ചെയ്ത രീതിക്ക് ഇൻ്റർപ്രറ്റ് ചെയ്തതാണ്. ഇതിനപ്പുറം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ മഹാഭാരതം റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിലുള്ള ചില രാജാക്കന്മാരുടെ
ചരിത്രം നമ്മളൊരു സ്റ്റോറി രൂപത്തിൽ ഒരു കഥ പോലെ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നതുവരെ